ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാനൊരു തീയലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. തീയലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പടവലങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ നമ്മൾ ഉള്ളിത്തീയൽ, സാധാരണ പച്ചക്കറികളെ കൊണ്ടൊക്കെ തീയലുണ്ടാക്കാറുണ്ടല്ലോ. അതുമാതിരി തന്നെയാണ് പടവലങ്ങ കൊണ്ടും തീയലുണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പടവലങ്ങ പരിപ്പ് തോരനുണ്ടാക്കിയിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി പടവലങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പടവലങ്ങ കൊണ്ടാണ് ഞാൻ തീയലുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പടവലങ്ങ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ വറവാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തത്. ഇത് ഒരു സാധാരണ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തു. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തു. നല്ലപോലെ റോസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ടോ. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ലപോലെ ചൂടാറിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചു. അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ പടവലങ്ങ നുറുക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നുറുക്കിയത്. അപ്പോൾ പടവലങ്ങ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം ഒരു സബോള ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ. സാധാരണ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സബോള ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് പടവലങ്ങയും ഈ സബോളയും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഒരു 2 വെളുത്തുള്ളി അല്ലിയും 2 പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി വറുത്തരയ്ക്കുന്നതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായില്ല. അതുകൊണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചു കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ആവിയിലാണ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്, ലോ ഫ്ലെയിമിൽ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്നു. കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചു. വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും ഇളക്കി. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയും മസാലയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വറുത്തരച്ചതും കൂടി അതിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കറിയിലേക്ക് വറുത്തരച്ചത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു.
ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്നും കൂടി ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തു കേട്ടോ. പാത്രത്തിൽ കുറച്ച് മസാലയുടെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ മസാലയും എല്ലാം കൂടി ഒന്ന് കഷ്ണത്തിന്മേൽ പിടിച്ച് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അപ്പം നല്ലപോലെ കറി തിളച്ച് പാകമായി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കരിവേപ്പിലൻ്റെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഒരുവിധം കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഒരുവിധം പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വാളൻപുളി, സാധാരണ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പുളി ഉണ്ടായിരുന്നല്ലോ, ആ പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാളൻപുളിയും കൂടിയും ഒഴിച്ച് കൊടുത്തു. വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മസാലയും പുളിയും കഷ്ണത്തുമ്മ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും ഇളക്കിയിട്ടു. അപ്പോൾ കറി ഒരുവിധം പാകമായി കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. അതിനുശേഷം ഒരു ഫ്രൈ പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ വെളിച്ചെണ്ണയിൽ ഒരു സ്പൂണ് കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് കറിയിലേക്കൊന്ന് വറുത്തിട്ടു കേട്ടോ. അപ്പം നല്ല കറിയായി. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.